തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോയിൽ സ്നേഹമുള്ളവരെ, സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. പ്രേക്ഷിതയായ സഭ ഇന്ന് നല്ല പ്രേക്ഷിതരെ തേടുകയാണ്. ഒരിക്കൽ മാനന്തവാടി രൂപതയിലെ മിഷൻ ലീഗിൻ്റെ ലീഡേഴ്സിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹാളിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് ഒരമ്മയുടെ മടിയിൽ ഒരു കൊച്ചിരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അവൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാകാനാണ് സാധ്യത. അത്രയേ ഉള്ളൂ അവൾ. എങ്ങനെ മിഷണറി ആകാം എന്നുള്ള സബ്ജക്റ്റാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മടിയിൽ നിന്ന് ഈ കുഞ്ഞ് ഊർന്നിറങ്ങി നേരെ മധ്യത്തിലൂടെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കും ഒരു മിഷണറി ആകണം. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ, നിനക്കെങ്ങനെയാണ് മിഷണറി ആകാൻ സാധിക്കുക? അപ്പോൾ ആ കൊച്ച് ഏറെ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അച്ഛാ, എൻ്റെ കയ്യിൽ 2 പെൻസിലുകളുണ്ട്. അതിലൊന്ന് ഞാൻ അച്ഛന് തരാം. എനിക്കത് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഒരു മിഷണറി ഉണ്ട്. മാമോദിസ സ്വീകരിച്ച എല്ലാവരും മിഷണറിമാരാണ്. പുരോഹിതരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ മിഷണറി സേവനം ചെയ്യുന്നവരോ മാത്രമല്ല മിഷണറി. സഭ സ്വഭാവത്താലെ മിഷണറി എന്ന് പറയുമ്പോൾ മാമോദിസയിലൂടെ നമ്മളും പ്രേക്ഷിത വേലയിൽ പങ്കുചേരുകയാണ്. എന്താണ് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന മിഷൻ പ്രവൃത്തി? എവിടെയെങ്കിലുമൊക്കെ ഈശോയുടെ സ്നേഹം എൻ്റെ സ്നേഹത്തിലൂടെ, എൻ്റെ വാക്കിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ അത് പ്രവർത്തന നിരതമാകുമ്പോൾ ഞാനും ആ കുഞ്ഞിനെ പോലെ ഒരു മിഷണറി ആയി മാറുകയാണ്. മിഷണറിയായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സഭ നല്ല പ്രേക്ഷിതരെ ഇന്ന് തേടുകയാണ്.